പ്രേക്ഷക പ്രിയ പരമ്പരകൾ പുതിയ സമയമാറ്റത്തോടെ ചട്ടമ്പിപ്പാറു എല്ലാ ദിവസവും രാത്രി 7 മണിക്കും കന്യാദാനം രാത്രി 7:30-നും. എല്ലാരും കൂടി കാത്തിരുന്ന് മുഷിഞ്ഞു അല്ലേ? അനാഥ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചടങ്ങല്ലേ, അപ്പൊ പെട്ടെന്ന് ഇറങ്ങി പോരാനും തോന്നിയില്ല. ദാമ്പിളി, അവിടെ നിന്ന് അണയിപ്പിച്ച പൊന്നാടയാ, സൂക്ഷിച്ചു വെച്ചേക്ക്. വിശേഷിച്ചെന്തെങ്കിലും കിട്ടിയാ അച്ഛൻ ആദ്യം അത് അമ്മയുടെ ഫോട്ടോയ്ക്ക് മുമ്പിലല്ലേ കൊണ്ടുവയ്ക്കാറ്. ഇതും അവിടെ വെച്ചേക്ക്, ഞാൻ പിന്നീട് മാറ്റി വെച്ചോളാം. ശരിയാ, നിങ്ങളെ എല്ലാവരും ഒരുമിച്ച് കണ്ടോണ്ടാവും ലക്ഷ്മിയുടെ കാര്യം ഞാനങ്ങ് മറന്നു. എന്താ ആരുടെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? കുര്യനമ്മയുള്ള സഹായം കൂടി അകത്തില്ലേ? വാ, നമുക്ക് അകത്തേക്ക് പോവാം. അവര് പോയമ്മ. പോയോ? എന്തു പറ്റി? എന്തായാലും മോളെ, എന്തെവിടെ ഉണ്ടായത്? അത് അച്ഛാ, ആഭരണങ്ങളെ തൂക്കി നോക്കിയപ്പോ അതില് 80 പവനേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ പേരില് ചെറിയ ചർച്ചയും തർക്കവും ഒക്കെ നടന്നച്ച. അത് കണ്ടപ്പോ കുര്യൻ സാറ് പ്രശ്നമൊക്കെ തീർന്ന ശേഷം വരാന്ന് പറഞ്ഞിട്ട് പോയി. 21 പവനൊക്കെ നഷ്ടപ്പെടുക പറഞ്ഞാ ചെറിയ കാര്യമല്ലല്ലോ അച്ഛാ. അതും വീട്ടിൽ സൂക്ഷിച്ചു വെച്ച സ്വർണം കാണാതാവോന്നൊക്കെ പറഞ്ഞ ഞങ്ങൾക്കെല്ലാവർക്കും അതിന്റെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അച്ഛനൊന്ന് ഉത്സാഹിച്ച കള്ളനെ കൈയോടെ ഇപ്പൊ തന്നെ പിടിക്കാം. തൊണ്ടി മുതലിലെ ചെറിയൊരു ഭാഗം ഞാനും ചീരി ചേച്ചിയും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു ചെറിയ മാല രഘുവേട്ടന്റെ അമ്പിളി ചേച്ചിയുടെ മുറിന്ന് കിട്ടിയച്ച. പക്ഷെ അത് എങ്ങനെ അവിടെ വന്നറിയില്ല. അത് കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവും ഇല്ല. അച്ഛൻ പോകുമ്പോ സ്വർണ്ണം ആരെയാണോ ഏൽപ്പിച്ചത് അയാളെ മാത്രം സംശയിച്ചാ മതി. സരോജിനിയോ? അവരിവിടെ ഇല്ലേ? അവരിവിടെ തന്നെ ഉണ്ടമ്മ. കൊച്ചിനെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വരാൻ പോലും സമ്മതിക്കാതെ എല്ലാരും കൂടി പിടിച്ചു വെച്ചിരിക്കുക പാവത്തെ. പാവോ? രഘുവേട്ടന് അവരെ അത്രയ്ക്ക് വിശ്വാസമാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് എങ്ങനെ 21 പവൻ സ്വർണം നഷ്ടപ്പെട്ടു എന്ന് രഘുവേട്ടൻ പറ. രഘുവേട്ടൻ എന്തിനാടി പറയുന്നേ? ഞങ്ങൾ വരുന്നതിന് മുമ്പ് ആഭരണപ്പെട്ടി തുറന്നു നോക്കിയത് നീയും വിനയനും ചീരുവല്ലേ? അതിന് ഞങ്ങളെക്കാൾ വിശ്വാസമാണ് ചേച്ചിക്ക് ഈ വീട്ടിലെ വേലക്കാരിയെ. മതി, നിർത്ത്. ആരാടി വേലക്കാരി? നീ ജനിച്ചപ്പോ നിന്റെ അമ്മയെ സഹായിക്കാൻ വേണ്ടിയാ ആദ്യമായി സരോജിനി ഇവിടെ വരുന്നത്. ലക്ഷ്മി അവരെ കണ്ടത് വേലക്കാരിയായിട്ടൊന്നുമല്ല, സ്വന്തം അനിയത്തിയെ പോലെ തന്നെയാ. ആ സ്നേഹമാ ലക്ഷ്മിയുടെ മക്കളോട് സരോജിനി ഇതുവരെ കാണിച്ചത്. അല്ലാതെ ആരും അവർക്ക് ഇവിടുന്ന് ശമ്പളമൊന്നും കൊടുത്തിട്ടില്ല. അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ ഞാൻ കണ്ടറിഞ്ഞ് അവരെ എന്തെങ്കിലും സഹായിച്ചാലായി. ആ സരോജിനെ നീ സംശയിച്ചെങ്കിൽ നിനക്ക് എന്നെ സംശയിക്കാമായിരുന്നല്ലേ? അച്ഛാ, ലക്ഷ്മിയുടെ പെൺമക്കൾക്ക് വേണ്ടി ലക്ഷ്മിയുടെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണത്തിൽ നിന്ന് മക്കൾ അറിയാതെ പ്രാരാബ്ധക്കാരനായി അച്ഛന് 21 പവൻ മോഷിച്ചൂടെ? അച്ഛാ, തെറ്റായിപ്പോയനു. വർഷങ്ങളായി നമ്മൾ വിശ്വസിച്ച് നമ്മുടെ കുടുംബത്തിൽ നിർത്തിയ ഒരാളെ വെറുതെയെങ്കിലും നിങ്ങൾ സംശയിച്ചെങ്കിൽ അത് വലിയ തെറ്റായിപ്പോയി. ആ സ്വർണത്തിൽ നിന്ന് 21 പവൻ മാറ്റിവെച്ചത് ഞാനാ. എന്റെ മക്കൾ അന്വേഷിച്ച് നടക്കുന്ന ആ കള്ളൻ നിങ്ങളുടെ അച്ഛനാ. അച്ഛനിങ്ങനൊന്നും പറയല്ലേ. അച്ഛനിത് മാറ്റിവെച്ചതാണെന്ന് ഞങ്ങളാരും കരുതിയില്ല. അച്ഛാ, അതല്ലേ
അച്ഛൻ കൊണ്ടുവന്ന് വെച്ച സ്വർണ്ണമല്ലേ? അതിൽ കുറവുണ്ടെങ്കിൽ ആദ്യം എന്നോടല്ലേ ചോദിക്കേണ്ടത്? ഇപ്പൊ ഒരു കാര്യം അച്ഛന് മനസ്സിലായി. എന്റെ മക്കൾക്കിടയിലുണ്ടായിരുന്ന പരസ്പര സ്നേഹവും വിശ്വാസവും അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. പഴയ നിങ്ങളായിരുന്നെങ്കിൽ പരസ്പരം പഴിചാരുകയോ കുടുംബത്തിൽ ഒരാളെ സംശയിക്കുകയോ ചെയ്യില്ല. നഷ്ടമായാലും നേട്ടമായാലും വിജയമായാലും പരാജയമായാലും ആദ്യം നിങ്ങളത് അച്ഛനെയാണ് അറിയിക്കാറ്. അതെല്ലാം നിങ്ങൾ മറന്നോ? സാരമില്ല, പോട്ടെ. സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു പോയി. ഇനി അത് തിരുത്തുകയല്ലാതെ വേറെ വഴിയില്ല. സരോജിനെ കള്ളിയാക്കാൻ നോക്കിയത് ആരാണെങ്കിലും എന്റെ കൂടെ വന്ന് അവരോട് അതിന് മാപ്പ് ചോദിക്കണം. ചോദിച്ചേ പറ്റൂ. മാറ.